ഹലോ, വെൽക്കം ടു മൈ ചാനൽ എജ്യുകോസ്മോസ്. അപ്പോൾ കേട്ടറ്റ് എക്സാമൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ നമുക്ക് സൈക്കോളജിയിലെ കുറച്ച് ക്ലാസ്സുകൾ ഇനി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിന്ന് സൈക്കോളജിയിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായ പഠനം, ലേണിംഗ് അഥവാ പഠനം എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വ്യക്തി അയാളുടെ ഭാവി ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവും വിവേകവും നൈപുണ്യങ്ങളും ഒക്കെ ആർജിക്കുന്നതിനെയാണ് നമ്മൾ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ ഓരോരോ പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയും കൂടെ നമ്മൾ എന്ത് പറയും? പഠനം എന്ന് പറയും. ഈ പഠനത്തിനെ സ്വാധീനിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അത് വൈയക്തിക ചരങ്ങൾ എന്ന് പറയും. വൈയക്തിക ചരങ്ങൾ അഥവാ ഇൻഡിവിജ്വൽ വേരിയബിൾസ് എന്നാണ് ഒന്നാമത്തേത്. പിന്നെ പാഠ്യചരങ്ങൾ അഥവാ ടാസ്ക് വേരിയബിൾസ്, പഠനതന്ത്രചരങ്ങൾ അഥവാ മെത്തേഡ് വേരിയബിൾസ് എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ പഠനത്തെ സ്വാധീനിക്കുന്ന വൈയക്തിക ചരങ്ങൾ അഥവാ ഇൻഡിവിജ്വൽ വേരിയബിൾസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ പെടുന്നതാണ് പരിപക്വനം, ലിംഗഭേദം, മുൻ അനുഭവങ്ങൾ, പ്രായം, ശേഷികൾ, കായിക വൈകല്യങ്ങൾ, അഭിപ്രേരണ തുടങ്ങിയ കാര്യങ്ങളാണ് പഠനത്തെ സ്വാധീനിക്കുന്ന വൈയക്തിക ചരങ്ങൾ. അതായത് ലിംഗഭേദത്തിനനുസരിച്ചിട്ട് പഠനത്തിനെ സ്വാധീനിക്കുന്ന ഘടകമായ ലിംഗഭേദത്തിനനുസരിച്ചൊക്കെ മാറ്റം ഉണ്ടാകും. പിന്നെ ഓരോ പ്രായത്തിനനുസരിച്ചിട്ടുണ്ടാവും. നമുക്ക് കിട്ടുന്ന മുൻ അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മുടെ പഠനം വ്യത്യസ്തപ്പെടും. അതേപോലെ അടുത്തതാണ് പാഠ്യചരങ്ങൾ എന്ന് പറയുന്നത്. പാഠ്യചരങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് പാഠ്യവസ്തുവിൻ്റെ കാഠിന്യം, അതായത് വളരെ ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ നമ്മൾ കുറച്ച് സമയം എടുക്കില്ലേ, അത് തന്നെ. പിന്നെ ദൈർഘ്യം, അർത്ഥപൂർണത, സംഘാടന. അപ്പോൾ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ കുറേ അധികം ലോങ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചധികം പഠിക്കാനുള്ളത് ദൈർഘ്യം, അതൊക്കെ. പിന്നെ നമ്മൾ പഠിച്ചെടുക്കുന്ന ആ സമയം, അതൊക്കെ പാഠ്യചരത്തിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ പഠനതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ചരങ്ങളാണ് പഠനത്തിനിടയിൽ ഉരുവിടൽ. അതൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തതാണ് ഇന്ദ്രിയങ്ങളുടെയൊക്കെ തന്ത്രപൂർണമായ ഉപയോഗം. ഇന്ദ്രിയങ്ങളുടെ തന്ത്രപൂർണമായ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ, ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണ് ഒക്കെ, നമ്മുടെ ശ്രദ്ധ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. പിന്നെ പഠനത്തിൻ്റെ അളവ്, കുറച്ചാണോ നമ്മൾ പഠിക്കുക, കൂടുതലാണോ പഠിക്കുക, ആ രീതി. പിന്നെ പരിശീലനത്തിൻ്റെ വിതരണം. നമ്മൾ എന്ത് പഠിച്ചാലും അത് പരിശീലനം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പരിശീലനത്തിൻ്റെ ആ രീതി, അതും എന്തിൽ സ്വാധീനിക്കും? പഠനതന്ത്രവുമായി ബന്ധപ്പെട്ട ചരങ്ങളിൽ സ്വാധീനിക്കും. അപ്പോൾ ഈ പരിശീലനത്തിൽ വരുന്നൊരു ഒരു പ്രധാനപ്പെട്ട രീതിയാണ് ആവർത്തന പരിശീലനം. നമ്മൾ എന്ത് പഠിച്ചാലും അത് ആവർത്തിച്ച് പരിശീലിച്ചാൽ മാത്രമേ നമുക്കത് കൂടുതൽ പ്രായോഗികമായിട്ട് നമുക്ക് വരുള്ളൂ. നമ്മുടെ വിചാരിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആവർത്തന പരിശീലനം. പിന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ തുടരെ വായിച്ച് പഠിക്കുന്ന രീതിയാണ് സ്ഥൂല പരിശീലനം അഥവാ മാസ്റ്റർ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 രീതികളും ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, പല ദിവസങ്ങളിലായിട്ട് ആവർത്തിച്ച് പരിശീലനം നടത്തുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള പരിശീലനത്തിനാണ് നമ്മൾ വിതരണ പരിശീലനം എന്ന് പറയുന്നത്. പിന്നെ പഠന സാഹചര്യത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മുടെ പരിശീലന സമയം, പുരോഗതിയെപ്പറ്റിയുള്ള അറിവ്, ഗുരുശിഷ്യ ബന്ധം, പഠിതാവിന് ലഭിക്കുന്ന പ്രോത്സാഹനം, പഠന രീതി തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഓരോ കുട്ടിയും പഠിക്കുമ്പോൾ പഠന രീതി അല്ലെങ്കിൽ അവരെടുക്കുന്ന സമയം, പിന്നെ അവർക്ക് കൂടുതൽ ചുറ്റുപാടിനെ കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ ഇന്നതിലേക്ക് പോകാമെന്നുള്ള പുരോഗതിയെക്കുറിച്ചുള്ള അറിവ്, പിന്നെ ടീച്ചേഴ്സുമായിട്ടുള്ളൊരു ബന്ധം. നമുക്കറിയാം, നല്ല ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ അവരുടെ സബ്ജക്റ്റ് വിഷമമാണെങ്കിലും ആ ടീച്ചറിനെ ഇഷ്ടപ്പെട്ടിട്ട് പഠിക്കുന്ന എത്രയോ കുട്ടികളുണ്ടാവും. പിന്നെ നമുക്ക് ഒരു കുട്ടിക്ക് ലഭിക്കുന്ന പ്രോത്സാഹനം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ പഠനത്തിന് സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട്. പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മളിപ്പം ചർച്ച ചെയ്തിട്ടുള്ളത്. പിന്നെ
അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിച്ച കാര്യങ്ങൾ തന്നെ നമ്മൾ ഓർമ്മയിൽ നിലനിർത്താനും പിന്നെയും പുനഃസ്മരണയ്ക്ക് സഹായിക്കുന്ന ഒരു പഠനതന്ത്രമാണ് അധിക പഠനം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്ന കാര്യം അത് അധിക പഠനമാണ്, ഓവർ ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ 2 പ്രധാനപ്പെട്ട നിർവചനങ്ങളാണ് പറയുന്നത്. അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം എന്ന് പറഞ്ഞത് ഗേറ്റ്സ് ആണ്. നമുക്ക് വേർഡ്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും നമുക്ക് കേട്ടിട്ട് കിട്ടാൻ വേണ്ടി ഇതിങ്ങനെ പഠിച്ചാലേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം. പഠനം അനുക്രമം നടക്കുന്ന വ്യവഹാര അനുയോജനമാണെന്ന് പറഞ്ഞത് സ്കിന്നറാണ്. അപ്പോൾ ഇത്രയും നമ്മളുടെ പഠനം എന്നൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് അറിയിക്കണേ. കൂടുതൽ ക്ലാസ്സുകൾ സൈക്കോളജീൻ്റെ അല്ലെങ്കിൽ കേട്ടിട്ട് അനുബന്ധമായിട്ടുള്ള സൈക്കോളജി ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.